അയ്യപ്പൻ ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും മകനായി ജനിച്ചു എന്നാണ് വിശ്വാസം. മഹിഷാസുരന്റെ സഹോദരിയും രാക്ഷസിയുമായ മഹിഷി ദുർഗാദേവിയാൽ തൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു. അവൾ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ ബ്രഹ്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവിൻ്റെയും ശിവന്റെയും സന്തതിക്കു മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്ന വരം ചോദിക്കുകയും ബ്രഹ്മാവ് അത് നൽകുകയും ചെയ്തു. വരം ലഭിച്ചതിനു ശേഷം മഹിഷി അക്രമാസക്തമായ ഒരു യാത്ര നടത്തി കഠിനമായ നാശം അഴിച്ചുവിട്ടു. അവളുടെ അതിക്രമങ്ങളിൽ വിഷമിച്ച ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിൻ്റെ മുന്നിൽ അഭയം തേടി. തുടർന്ന് ഭഗവാൻ മോഹിനിയുടെ അവതാരമെടുത്ത് ഭഗവാൻ ശിവനിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ അയ്യപ്പൻ ശിവന്റെയും വിഷ്ണുവിൻ്റെയും മകനായി ജനിച്ചു. കുഞ്ഞിൻ്റെ സംരക്ഷണം പന്തളം രാജാവായ രാജശേഖരനെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ശിവഭഗവാന്റെ ഉറച്ച ഭക്തനായിരുന്നു.